ഹലോ ഗൈസ്, അപ്പം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക്. അപ്പം ഈ ഒരു മൈക്കിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കണ്ടാലോ? അപ്പം നമുക്ക് നേരെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം. ആ പോകുന്നതിന് മുമ്പ് എന്തായാലും സുജിത്ത് വ്ളോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പം ഈ ഒരു മൈക്കിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ്, ഞാൻ മൈക്ക് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ മൈക്ക്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ബോക്സ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് അതിൻ്റെ പല ഭാഗങ്ങളുള്ള ബോക്സിൻ്റെ പല ഡിസൈൻ വരുന്നിട്ടുള്ളത്. ഇതാണ് ഇയാൾ ബോക്സിലുള്ള ചിത്രം കണ്ടോ? ഇതാണ് ബോക്സിലുള്ള ചിത്രം. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം തുറക്കാണ്, ഉണ്ടല്ലേ, ഉള്ളിൽ തുറന്നു. അപ്പോൾ ഇതാ മൈക്ക് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിതാ മൈക്ക് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഞാനത് വാങ്ങിയത് ഇ കെയർ മൊബൈൽ ഷോപ്പ് എന്നാണ്, ഞങ്ങളുടെ അടുത്തുള്ള ഇ കെയർ മൊബൈൽ ഷോപ്പ്. അപ്പോൾ ബോക്സ് മാറ്റി വെക്കാം. മൈക്ക ഇത് വെച്ചു. ആദ്യം തന്നെ അതിൻ്റെ ഉള്ളൊരു പേപ്പർ നോക്കുകയാണ്. പേപ്പറിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ മൈക്ക് എങ്ങനെ ഉപയോഗിക്കണം, മൈക്ക് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനൊക്കെ അങ്ങനെയുള്ളതൊക്കെ നോക്കുകയാണ്. ആദ്യം തന്നെ പേപ്പർ കുറച്ച് നോക്കുകയാണ്. കണ്ടോ, പേപ്പറിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പേപ്പറിൽ കുറേ കാണിക്കുന്നുണ്ട്. കണ്ടോ, മൈക്ക് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം, മൈക്കിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിലൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പേപ്പറിലും കാണുന്നത്. പിന്നെ അപ്പോൾ ഇനി അടുത്തത് പിന്നെ മൈക്കിൻ്റെ ചാർജർ. ഇതാ സി ടൈപ്പാണ് മൈക്കിൻ്റെ ചാർജർ ഉപയോഗിക്കുന്നത്, സി ടൈപ്പ്. അപ്പം സി ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. മറ്റത് സാധാ ടൈപ്പാണ്, നമ്മൾ സാംസങ് USB ടൈപ്പും സി ടൈപ്പാണ് ഇത് മൈക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഇനി അടുത്തത് മൈക്ക് എടുക്കുകയാണ്. മൈക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മെനക്കെടുണ്ട്, ഉള്ളിൽ നിന്ന് തള്ളി പിടിച്ച് ഒക്കെ പുറത്തേക്ക് എടുക്കുകയാണ്, മൈക്ക് പുറത്തേക്ക് എടുക്കുകയാണ്. എന്തായാലും ഞാനിത് ഇ കെയർ മൊബൈൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയ നല്ല അടിപൊളി മൈക്ക്. ഞാനത് ഉപയോഗിച്ചുകൊണ്ട് പറയാണ്, നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനം, നല്ലൊരു അടിപൊളി മൈക്കാണിത്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ എന്നോ ഇടണം വിചാരിച്ച് നിന്നതായിരുന്നു. പക്ഷേ എന്തോ കൊണ്ടും വഴുകി പോയതാണ്. കണ്ടോ, ഇതാണ് മൈക്ക്. നമുക്ക് ഏറ്റവും നല്ലൊരു അടിപൊളി മൈക്കാണിത്, നല്ലൊരു അടിപൊളി സെറ്റ് മൈക്ക്. എന്തായാലും കണ്ടോ, ഇതേപോലുള്ള ഒരു മൈക്കാണ്. ഇതാണ് മൈക്ക്, അടിപൊളി. കണ്ടോ, ഇതിന് കണ്ടോ ചാർജ് ചെയ്യാനുള്ള ചാർജിങ്ങിൻ്റെ സംഭവം ഇതിൽ കാണിക്കുന്നുണ്ട്, ചാർജിങ്ങിൻ്റെ ഇതും. പിന്നെ അതുപോലെ തന്നെ ഈ നല്ലൊരു ചാർജിങ് എത്ര ആയി, ഇപ്പോൾ ചാർജ് ശതമാനം എത്ര ആയി എന്നൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പുകളും ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി മൈക്ക് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. നല്ലൊരു സെറ്റ് മൈക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിയിട്ട് നല്ലതുപോലെ യൂസ് ചെയ്യാം. ബ്ലോഗേഴ്സിനൊക്കെ നല്ലതുപോലെ പറ്റും. സി ടൈപ്പാണ്. അപ്പം നല്ലൊരു മൈക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. ബ്ലോഗേഴ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനം. ഇതിൻ്റെ വില പറഞ്ഞാൽ 1100 ആയിരുന്നു ഞാൻ വാങ്ങിയപ്പം. എനിക്ക് 1000 രൂപയ്ക്ക് കിട്ടി. അപ്പം 1100 ആയിരുന്നു. അപ്പം എനിക്ക് 1000 രൂപയ്ക്ക് കിട്ടിയതാണ് ഈ ഒരു മൈക്ക് ഇ കെയർ മൊബൈൽ ഷോപ്പിൽ. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനം. രണ്ട് ഗാഡ്ജറ്റ്സ് ആണ്, 2 മൈക്കാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. രണ്ട് മൈക്കും പിന്നെ ഫോണുമ്പോൾ കണക്ട് ചെയ്യണ ആ USB ടൈപ്പുള്ള സാധനമാണ് ഇതിൽ വരുന്നത്. നല്ലൊരു സെറ്റ് സാധനം. എന്താ ഒരു ക്വാളിറ്റി അറിയോ? ഇത് പിടിക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട്. നല്ലൊരു ഫിനിഷിംഗ് ആണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ ഓൺ ഓഫ് ബട്ടൺ ചെയ്യുമ്പോൾ തന്നെ ഉണ്ട്. ആ ബട്ടണിൽ തന്നെ 2 വട്ടം അമർത്തിയാൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഇത് തന്നെ ചാർജ് ആവും. നല്ലൊരു 2 സാധനം, 2 മൈക്ക്, നല്ല ക്വാളിറ്റിയുള്ള സാധനം. ഏതായാലും നമുക്ക് ഇപ്പോൾ ബ്ലോഗേഴ്സൊക്കെ പൂർണ്ണമായിട്ട് തപ്പി നടക്കുന്ന കുഞ്ഞു ബ്ലോഗേഴ്സാണ് ഇത് ഈ മൈക്കിന് കുറേ കഷ്ടപ്പെടുന്നത്. അപ്പം ഈ ഒരു ചെറിയ ബ്ലോഗേഴ്സുകളൊക്കെ എന്തായാലും ഇങ്ങനത്തെ ഒരു മൈക്ക് വാങ്ങിയിട്ട് നല്ലതുപോലെ യൂസ് ചെയ്യാം. നല്ലൊരു അടിപൊളി മൈക്ക്. അപ്പം എന്തായാലും ഇതിൻ്റെ വില അത്രയും വലിയൊരു വില അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഒരു 1000-ൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുള്ളൂ. നല്ലൊരു ക്വാളിറ്റി സാധനം. പിന്നെ ഉണ്ടാവും, ഇതാണ് ഇമ്മ കുത്തുന്ന ഫോണുമ്പോൾ കണക്ട് ചെയ്യണ വേറൊരു സംഭവം. അത് മൈക്കിൻ്റെ ഒപ്പം കിട്ടുന്നു. ഇത് വയർലെസ് മൈക്ക് ആയതുകൊണ്ട് പിന്നെ ഫോണുമ്പോൾ കണക്ട് ചെയ്തിട്ട് നമുക്ക്
ഇതിലൂടെ തന്നെ നല്ല അടിപൊളി നോയിസ് ക്യാൻസലോട് കൂടി ഇത് എത്ര ദൂരത്തേക്ക് വേണം എത്ര കിലോമീറ്റർ ആണെങ്കിലും ഇത് അകലം നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടും. നല്ലൊരു സാധനം. പിന്നെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു മികച്ച സാധനം. ഞാൻ അത് വാങ്ങിയത് ഞങ്ങളുടെ അടുത്തുള്ള കെയർ മൊബൈൽ ഷോപ്പിൽ നിന്നാണ്. നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനം. ഞാൻ ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ്, നല്ലൊരു അടിപൊളി സാധനം. ഇതുപോലൊരു സാധനം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇത് നല്ലൊരു സെറ്റ് സാധനമാണിത്. എന്താ ഒരു ഫിനിഷിങ്, നല്ലൊരു അടിപൊളി ഒരു ഇതുണ്ട്, നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. നല്ലൊരു ഞാൻ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഞാൻ അത് കുറേ വട്ടം ഉപയോഗിച്ചു. എത്ര ബ്ലോഗേഴ്സ് ഞാൻ അതിനോട് ചെയ്തു തരാം, എത്ര വീഡിയോസ് ഞാൻ അതിനോട് ചെയ്തു തരാം. നല്ലൊരു അടിപൊളി. അന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണം എന്നുള്ളത്. നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു സെറ്റ് സാധനം. ഇതാണ് എൻ്റെ ബോക്സ് വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു മൈക്ക് ഞങ്ങളുടെ അടുത്തുള്ള കെയർ മൊബൈൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും, നിങ്ങളുടെ അടുത്തുള്ള മൊബൈൽ ഷോപ്പിൽ നിന്നും ഇത് വാങ്ങാൻ കിട്ടും. അപ്പം നിങ്ങൾ എന്തായാലും വാങ്ങിയിട്ട് ഇത് യൂസ് ചെയ്യുക. എന്തായാലും എൻ്റെ ഒരു ഇതിൽ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള അടിപൊളി മൈക്കായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട് ഈ ഒരു മൈക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ? സൂപ്പർ അല്ലേ? അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും സുജിത്ത് വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ഞെക്കൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം അത് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അപ്പം ഈ ഒരു അൺബോക്സിങ് വീഡിയോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈ ഒരു മൈക്കിൻ്റെ ഇത് പുതിയൊരു മൈക്കാണ്, നിങ്ങൾ കണ്ടില്ലേ? അപ്പം ഇതാണ് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.